ഉണ്ടാകാൻ പോണില്ല. ഒന്ന്. രണ്ട്, ഈ വ്യക്തികളിലെ ഈ കിതാബുകളിലേക്ക് പിൽക്കാലഘട്ടത്തിൽ ചിലർ കടത്തിക്കൂട്ടി. ഖുർആനിൽ കടത്തിക്കൂട്ടാൻ കഴിയില്ല, പക്ഷേ തഫ്സീർ കടത്തിക്കൂട്ടാം. കടത്തിക്കൂട്ടും ചെയ്യും, വെട്ടും ചെയ്യും. ഇപ്പം ഈ അടുത്ത കാലത്ത് പല തഫ്സീറും വെട്ടിയിട്ടുണ്ട്. ഈ ഗൾഫിൽ നിന്ന് വരുന്ന കിതാബുകളൊക്കെ 100 വട്ടം പരിശോധിക്കണം. പലതും വെട്ടിയിട്ടുണ്ട്. ഇപ്പം സ്വാവി വെട്ടിയിട്ടുണ്ട്. നമ്മളെ കണ്ണിൻ്റെ മുന്നിലുണ്ട് സ്വാവി വെട്ടിയത്. അവിടെ ഭരിക്കുന്നവർക്കെതിരെ അവർ അതായത് AD 18-ാം നൂറ്റാണ്ടിൻ്റെ 1-ാം പകുതിയിലാണ് പിന്നെ എന്താ പറയുക, ഇബ്നു സഊദ് രാജാവും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും തമ്മിലുള്ള ഉടമ്പടി നടക്കുന്നത്. പിന്നെയാണ് വഹാബിയത്ത് രംഗത്ത് വരുന്നത്. അപ്പോൾ ഈ വഹാബിയത്ത് രംഗത്ത് വരുമ്പോൾ അക്കാലത്തുണ്ടായ മഹാന്മാരായ പണ്ഡിതന്മാർ അതിൽപ്പെട്ട ഒരാളാണ് ഇമാം സ്വാവി തങ്ങൾ. അക്കാലത്താണ്. അപ്പോൾ അവർ ഇത് ഭയങ്കര ഫിത്തന ഉണ്ടാക്കി മുസ്ലിം ലോകത്തിൻ്റെ പഴയകാല വിശ്വാസങ്ങളും രീതികളും നന്മകളും മുഴുവൻ വഹാബിയത്ത് നശിപ്പിച്ചപ്പോൾ തൻ്റെ തഫ്സീറിൽ സ്വാബി ഇമാം ആർക്കെതിരെ എഴുതിയിട്ടുണ്ട്? വഹാബികൾക്കെതിരെ എഴുതിയിട്ടുണ്ട്. അത് ഇന്നത്തെ സ്വാബിയിലില്ല. പഴയ കാലത്ത് നമ്മുടെ അലമാരകളിൽ നമ്മളെ ബോംബെയിൽ നിന്ന് അച്ചടിച്ച് കൊണ്ടുവരുന്ന പിന്നെ സ്വാബിയില്ലേ, ആ സ്വാബിയിലുണ്ട്. എവിടുന്ന് വരുന്നില്ല. പുതിയതായി ഗൾഫിൽ നിന്ന് വരുന്ന സ്വാബിയിൽ അതില്ല. എന്തുകൊണ്ട്? അവർ വെട്ടി. അതൊരു തഹരീഫ് തന്നെയാണ്. ഒരു ഇമാമ പറഞ്ഞത് വെട്ടാൻ പാടില്ല. വേണമെങ്കിൽ അവർ ടിപ്പണി ചെയ്യാം. അവർക്ക് അതിൻ്റെ താഴെ അവർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞത് തെറ്റാണ് കേട്ടോ എന്ന് എഴുതിയേക്കാം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. എഴുതിയതല്ലേ. മല്ലാക്ക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇക്കൊടുത്ത് ബാങ്കല്ലോ എന്ന് പിന്നെ വേണമെങ്കിൽ വിളിച്ചറിയാം. അതൊരു ടിപ്പണിയാണ്. കൊടുത്ത ബാങ്ക് തന്നെയല്ലേ പറയും കുട്ടികളെ. കൊടുത്ത ബാങ്ക് തന്നെയാണ്, ബാങ്ക് തന്നെയാണ്. ഞാൻ ടിപ്പണി ചെയ്യാം. എന്ത് ഒരുത്തന് എന്ത് 12 മണിക്ക് തന്നെ മല്ലാക്കട് ബാങ്ക് കൊടുത്തു. ഞാൻ ബാങ്കട് കൊടുത്തു. ഞങ്ങൾക്ക് കണ്ണിട്ടാകുമ്പോൾ 12 തോന്നി. ബാങ്കട് കൊടുത്തു. അല്ലാഹു അക്ബർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ മല്ലാക്കാൻ ആരെ പറയും, എന്താ മല്ലാക്ക ഞങ്ങൾ ബാങ്ക് കൊടുക്കണം, ഇനിയിപ്പം 10-35 മിനിറ്റ് ബാക്കിയില്ലേ അല്ലാ. അപ്പോൾ മല്ലാക്ക വിളിച്ചറിഞ്ഞു, എന്ത് ഈ കൊടുത്ത് ബാങ്കല്ലോ. അതിൽ അത് കേൾക്കാത്ത ഒരുത്തൻ മൊല്ലാക്കാനെ ചീത്ത പറയാനും പിരിച്ചുവിടാൻ വേണ്ടി പറയാനും പ്രസിഡന്റിൻ്റെ പേരേക്ക് പായുന്നതിൻ്റെ ഇടയിൽ അക്കൊടുത്ത് ബാങ്കല്ലോ എന്ന് കേൾക്കാത്ത ഒരുത്തൻ പാഞ്ഞാണ്ട് ആരോട് പറഞ്ഞ്, പ്രസിഡന്റിനോട് പറഞ്ഞു, മൂപ്പര് പിരിച്ചു നിങ്ങൾ സമയത്തിനെ നോക്കിയപ്പോൾ ഇപ്പം അയാൾ ബാങ്ക് കൊടുത്തു, അയാളൊക്കെ എന്ന് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് ചൂടായപ്പോൾ പ്രസിഡന്റ് എന്ത് പറഞ്ഞു? അതിൻ്റെ ശേഷം അയാൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ കുറച്ച് ബാങ്കല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങായിച്ചൊന്ന് പോയിക്കോ. അപ്പോൾ ടിപ്പണി നടത്തിയ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇത് ടിപ്പണിയാൽ നടത്തല്ല ചെയ്തത്. എന്ത് ചെയ്തത്? വെട്ടിയാണ് ഒഴിവാക്കി. അതും തഹരീഫാണ്. അള്ളാഹു തഹരീഫിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനിപ്പോൾ ആരും എഴുതിയാലും അതിന് ടിപ്പണി ചെയ്യാന്നല്ലാതെ അത് ശരിയല്ല, അതിങ്ങനെയല്ല, അതങ്ങനെയല്ല, അങ്ങനെ പറയാം. വെട്ടി ഒഴിവാക്കാൻ പറ്റൂല. അപ്പം ദിസ് നടത്തി. അതായത് എന്ത് പല തഫ്സീറുകളിലും ഖുർആനിൽ ഒരാൾക്കൊരു അക്ഷരം കയറ്റാൻ കഴിയില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു. അള്ളാഹ്ക്ക് തന്നെ 4 വേദങ്ങളുണ്ട്. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, 4-മത്തേതാണ് ഫുർഖാനുൽ അദീം. ഈ 3 വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു ചെയ്യാത്തൊരു അഗ്രിമെന്റ് 4-മത്തിന് കൊടുക്കുക. എന്തുകൊണ്ട്? 3ഉം എന്ത് ചെയ്തു? കൈകടത്തി, നശിപ്പിച്ചു. അപ്പം 4-മത്തിൽ പറയേണ്ടി വരും നിർബന്ധമാണ്. ഇതിമ തൊടാൻ പറ്റൂല, തൊടാൻ പറ്റൂല്ല, ഇന്ന് വരെ പറ്റൂല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പം ഇതിന് മനസ്സിലാക്കാം, മറ്റിലൊക്കെ കളിക്കും, കിതാബുകളിലൊക്കെ കളിക്കും, പലതിലും കളിക്കും. ഉദാഹരണം ജാമിഉ കറാമത്തിൽ ഔലിയാ സയ്യിദ്ന യൂസുഫ് നബാനി, അതിലുള്ള നുണകൾക്ക് കയ്യും കണക്കില്ല. വൃത്തികെട്ട നുണകൾ. അതൊക്കെ എന്താണ്? കടത്തിക്കൂട്ടി. അതൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയത് വഹാബിയത്ത് വന്നതിന് ശേഷം ഇറങ്ങിയ കിതാബുകളാണ്. ആ കിതാബുകളിലൊക്കെ കയറ്റിക്കൂട്ടി. എല്ലാം കൂടി നിങ്ങൾ ജൂതന്മാരെ തലേക്ക് ഇടും വേണ്ട. ജൂതന്മാരെ കൂട്ടത്തിൽ പെട്ട ചതിയന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായില്ല. ജാമിഉ കറാമാത്തിൽ ഔലിയാ ആരുടെ കിതാബാണ്? അല്ലാമ നബഹാനിയുടെ കിതാബ്. ഈ അടുത്ത കാലത്ത് ചോദിച്ച ആളാണ്. അവരുടെ കിതാബിലുള്ള നുണകൾക്ക് കണക്കില്ല. അപ്പോൾ നമുക്കിന്ന് അത് അവലംബിക്കാൻ പറ്റൂല. കടത്തിക്കൂട്ടി. പിന്നെ ചില ഏരിയ നമുക്ക് എടുക്കാം, അത് നമുക്ക് ഏകദേശം ശരിയാണെങ്കിൽ. ശരികളൊക്കെ ശരിയാണ്, പക്ഷെ ഉള്ളൊക്കെ ശരിയല്ല. നമ്മൾ മനസ്സ് പറയും.
ഒന്ന് കണ്ടാൽ തന്നെ അതിൻ്റെ മേലുള്ളവരോട് ചോദിക്കണം. മനസ്സിലോ? ഓരോന്ന് ചോദിക്കണം, മേലുള്ള ഉസ്താന്മാരോടൊന്ന് ചോദിക്കണം. ഞാൻ ഈ ജാമിയ കറാമത്തുൽ ഔലിയ കിട്ടിയ കാലഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഞാൻ അന്തപ്പെട്ടു എന്തായി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മേലുള്ള ഒരു ഉസ്താദിനോട് പോയി ചോദിച്ചു, ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് ദസ്സാണ്, അത് നോക്കണ്ട, അതൊക്കെ വിലപ്പെട്ടതായി കാണുന്നത് മാത്രം നിർത്തണം, മറ്റത് കടത്തി കൂട്ടിയതാണ്. കാരണം ഇത്തരം ആളുകൾക്കൊക്കെ ഔലിയാക്കന്മാരെ കറാമത്ത് പൊളിക്കൽ ആവശ്യമാണ്. അത് ജൂതന്മാരെ ആവശ്യമല്ല, അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആവശ്യമാണ്. അപ്പം അതിൽ കടത്തി കൂട്ടി, മനസ്സിലല്ലേ? അപ്പോൾ ഇത്തരം ബഹുമാനപ്പെട്ട ചില തഫ്സീറുകളിൽ ഇപ്പം ആരാണെങ്കിലും വലിയ വലിയ തഫ്സീറുകൾ അവലംബിക്കാവുന്ന മഹാന്മാരുടെ തഫ്സീറുകൾ തന്നെ പിന്നെ ദുൽഖർനൈനെ പറ്റി പറഞ്ഞു കാണുന്നതിനെ നമുക്ക് ആ വ്യക്തി എന്ന നിലയിൽ അവലംബിക്കാൻ കഴിയൂല. ഉദാഹരണം പറയാം, ഏകദേശ മുഫസ്സിറുകളിൽ ദുൽഖർനൈനെ വ്യക്തിപരമായി പറഞ്ഞവരൊക്കെ പറഞ്ഞത് അലക്സാണ്ടറാണ്, ഇസ്കന്ദർ ഒരിക്കലും അല്ല. കാരണം ഇസ്കന്ദർ ആരാ? പക്ക കാഫിർ. പക്ക കാഫിർ എന്ന് പറഞ്ഞാൽ പക്ക കാഫിർ. ഇസ്കന്ദർ പോലത്തെ ഒരു കാഫിർ ലോക ചരിത്രത്തിൽ ഇന്നുവരെ പിന്നുണ്ടായിട്ടില്ല. അങ്ങനത്തെ കാഫിർ. ഇപ്പം നിങ്ങൾ എന്താ പറയുക, നമ്മൾ നമ്രൂദ് പോലത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്രൂദിൻ്റെയൊക്കെ കൊണ്ടുവന്ന പ്രശ്നങ്ങൾ പരിധിയുണ്ട്. അതേ സമയത്ത് അലക്സാണ്ടർ കൊണ്ടുവന്നതിന് പരിധിയല്ല. അലക്സാണ്ടർ ചെയ്ത തോന്നിയാസത്തിന് പരിധിയില്ല. പക്ക കാഫിർ എന്ന് പറഞ്ഞാൽ പക്ക കാഫിർ. അത് നമ്മളെ ചരിത്ര പലർക്കും അത് മനസ്സിലായില്ല. കാലഘട്ടത്തിലാണ് മനസ്സിലാവുന്നത് പലർക്കും. അലക്സാണ്ടർ വലിയ ഒരാളായി കണക്കാക്കപ്പെട്ടു. ഇനി വേറെ ഒരു സാമ്യതയുണ്ട്. അലക്സാണ്ടറുടെ ചില ചിത്രങ്ങളിൽ കൊമ്പുണ്ട്. അലക്സാണ്ടർ ആണെന്ന് നിഗമനം വരാനുള്ള ഒരു കാരണം ഇല്ല. അലക്സാണ്ടറുടെ ചിത്രങ്ങളിൽ കൊമ്പുണ്ട്. 2 കൊമ്പ് വെച്ച കുളത്തിലുള്ള ചിത്രങ്ങളുണ്ട്. ആരുടേത്? അലക്സാണ്ടർ. അതിന് കാരണം എന്താ? അപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കിച്ചത് ദുൽഖർനൈനാണ് അല്ല. ഒന്ന്, അവിടെ കർണിന് കൊമ്പ് എന്ന് അർത്ഥം വെക്കുന്നതിനെ പറ്റില്ല. കൊമ്പ് എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിശാചിൻ്റെതാണ്. അവിടെ പിശാചിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും റസൂൽ പറഞ്ഞില്ലേ. അപ്പോൾ ദുൽഖർനൈൻ കൊമ്പന്നല്ല. ചില ആളുകൾ വായിച്ചു അയാളുടെ തലയിൽ 2 മുഴ ഉണ്ടായിരുന്നു. മുഴ കൊമ്പല്ലല്ലോ. പിശാച് 2 തരാണ്. കൊമ്പുള്ള പിശാചുണ്ട്, കൊമ്പില്ലാത്ത പിശാചുണ്ട്. കൊമ്പുള്ള പിശാച് ഏറ്റവും അപകടകാരിയാണ്. അലക്സാണ്ടറുടെ അച്ഛൻ സ്യൂസ് ആണെന്ന് അലക്സാണ്ടർ എന്ന് പറയുന്നുണ്ട്. യൂറോപ്പിലേറെ ആരാധിക്കപ്പെടുന്ന ഒരു മൂർത്തിയാണ് ആര്? സ്യൂസ്. സ്യൂസാണ് ബാല്, ബാലാണ് ഹുബാൽ. ബാലിന് കൊമ്പിട്ട്, കൊമ്പില്ലാതെയും വരക്കുമെങ്കിലും കൊമ്പ്